എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 മാർച്ചിൽ UGC അണ്ണാമലയ്ക്കെതിരായി പബ്ലിക് നോട്ടീസ് ഇറക്കുകയുണ്ടായി. അതേ തുടർന്ന് കേരളത്തിൽ ഇക്വലൻസി തരുന്ന സർവകലാശാലകളെല്ലാം കൈമലത്തുകയുണ്ടായി. 2023 മദ്രാസ് ഹൈക്കോടതി ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡിഗ്രി വാലിഡ് എന്ന്. പക്ഷേ UGC അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് 2023 തന്നെ UGC സുപ്രീം കോടതിയിൽ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയും SLP ഫയൽ ചെയ്തു. അതേ തുടർന്ന് ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോർട്ടിലും SLP ഫയൽ ചെയ്തു. UGCക്കെതിരെയും യൂണിവേഴ്സിറ്റിക്കെതിരെയാണ് ഞങ്ങൾ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചത്. യൂണിവേഴ്സിറ്റി തർക്കത്തിൽ പേരുവഴിയിലായി 3 സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ബിരുദധാരികൾ. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളിലാണ് തർക്കവും നിയമ പോരാട്ടവും. ഭാവി പ്രതിസന്ധിയിലായതോടെ UGCക്കും യൂണിവേഴ്സിറ്റിക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ മുമ്പ് തന്നെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് സുപ്രീം കോടതിയിൽ വക്കീലില്ല, അംഗീകാരമില്ല 15 മുതൽ 22 വരെ. പക്ഷേ കേരള PSC മാത്രം അവരെ അംഗീകരിക്കുന്നു. ഇവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി എഴുതാൻ ഒരിക്കലും സാധിക്കില്ല. റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഉറപ്പായും പുറത്താകും. ഒന്നാമത്തെ കാര്യം അംഗീകാരമില്ല, അവർക്ക് UGC അംഗീകാരമില്ല ഭാരതീയറിന്. രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി അടുത്ത് കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കാമരാജ് യൂണിവേഴ്സിറ്റിക്കും 15 മുതൽ 18 വരെ UGC അംഗീകാരം ഇല്ല. മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസിലിരിക്കുന്നതാണ്. അതിനെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇക്വലൻസി കൊടുക്കുന്നുണ്ട്, PSCയും ജോലിയിൽ കയറ്റി വിടുന്നുണ്ട്. പക്ഷേ അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊന്നും എഴുതാൻ സാധിക്കില്ല. കേരള സ്റ്റേറ്റിൽ മാത്രമാണ് വെറും ഇക്വലൻസി വെച്ച്, വെറും വ്യാജ ഇക്വലൻസി എന്ന് തന്നെ പറയാം, വെറും പേപ്പർ കടലാസം വെച്ച് തന്നെ എല്ലാവരും ജോലിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സ്റ്റേറ്റുകളിൽ ഈ കാര്യം നടപ്പുള്ള കാര്യമല്ല. അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഞങ്ങൾക്ക് പൊതുവിധി കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഇത്രയും നാൾ. പക്ഷെ ആര് ഫണ്ടൊന്നും തരുന്നില്ല. 2 ലക്ഷം രൂപ വരെ ഞങ്ങൾ ഇതുവരെ പിരിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളെന്നും. ആ പൈസയ്ക്കാണ് ഞങ്ങൾ ഹൈക്കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 5 lakhs ഇല്ല. വക്കീലിന് പൈസ കൊടുക്കണ്ടേ? മദ്രാസ് ഹൈക്കോടതിയിൽ 4 വക്കീലിനെ വെച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ 8 അഭിഭാഷകർ വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പണം കൊടുക്കണ്ടേ? അവർക്ക് പണം കൊടുത്താലേ അവര് കോടതിയിൽ ഹാജരാവും. ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. UGC, അണ്ണാമലൈ സർവകലാശാല, തമിഴ്നാട് സർക്കാർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് വിദ്യാർത്ഥികൾ ഹർജി കൊടുത്തത്. 7/1/2025 ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ, കോമൺ സെൻസ് വെച്ച്. 5 ലക്ഷം കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞങ്ങള് കേസ് ഏൽപ്പിച്ച സമയത്ത് 7 ലക്ഷം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് 2 ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വിദ്യാർത്ഥികൾ ആരും ഫണ്ട് തരുന്നില്ല. ഒരാൾ 5 ലക്ഷം രൂപ തരണമെന്നല്ല ഞാൻ പറയണം. അവരവർക്ക് ആവുന്ന രീതിയിൽ പൈസ കിട്ടണം. ഒരു 2000, 3000 ഒക്കെ വെച്ച് തരണം. ലക്ഷക്കണക്കിന് പേരല്ലേ അണ്ണാമലയിൽ പഠിച്ച് എഫക്റ്റ് ആയിരിക്കുന്നത്. അംഗീകാരം ഇല്ലാതെ PSCയിലും UPSCയിലും ഒന്നും എഴുതാൻ പറ്റാതെ ഇരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലും കുറെ പേർ പുറത്താകുന്നുണ്ട്. നാഷണൽ ഇഷ്യൂ ആണ്, എല്ലാവരും ഇടപെടേണ്ട കാര്യമാണ്. പക്ഷെ ആർക്കും അത് താല്പര്യമില്ല. ഇപ്പൊ കേസിന് പോയിരിക്കുന്ന 11 പേര് മാത്രമാണ്, അവർക്ക് മാത്രമാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇൻഡിവിജ്വൽ രീതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാനുള്ള കാര്യം മുമ്പോട്ട് ചലിപ്പിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തവർക്ക് മാത്രം ഓർഡർ കിട്ടും. അതാണ് കൺസെപ്റ്റ്. ആ രീതിയിലാണ് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 lakhs എന്നാകുന്നോ അന്നേ നമുക്ക് പൊതുവിധി കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൈസ ഇല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കുന്ന പരിപാടി. ഞാൻ മുമ്പ് പല വീഡിയോകളിലും ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നിച്ചിരുന്ന കാര്യം നടത്താമെന്ന്. അതായത് ഞങ്ങൾ പൊതുവിധി കൊണ്ടുവന്ന് ഞങ്ങൾ ആ ജഡ്ജ്മെന്റ് വെച്ച് ബാക്കി കാമരാജ്, ഭാരതീയർ, അംഗീകാരം ഇല്ലാത്ത എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അപ്രൂവൽ വാങ്ങിച്ചെടുക്കാമെന്ന്. പക്ഷെ ആർക്കും അത് താല്പര്യമില്ല.